പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു രാജ്യത്തിൻ്റെ വികസനത്തെ അടയാളപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ രാജ്യത്തിൻ്റെ ഗതാഗത സംവിധാനങ്ങൾ. നമ്മുടെ രാജ്യവും ഇപ്പോൾ ഗതാഗത രംഗത്ത് ഒട്ടേറെ മികവ് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പൊതുഗതാഗത രംഗത്ത് നമ്മുടെ റോഡ് ഗതാഗതം, വ്യോമഗതാഗതം, റെയിൽ ഗതാഗതം, കപ്പൽ ഗതാഗതം, അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ പുരോഗതി തന്നെ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളനം, നമുക്കറിയാം പാർലമെന്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പാർലമെന്റിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഇതിനിടയിൽ തന്നെ പാർലമെന്റിൽ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ആ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി നൽകുകയും ചെയ്തു. അങ്ങനെ കേന്ദ്ര വ്യോമയാന മന്ത്രിയായിട്ടുള്ള റാം മോഹൻ നായിഡു ഇന്ത്യയുടെ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു മറുപടിയാണ്. ആ മറുപടിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് പറക്കുന്ന ടാക്സികൾ, ഫ്ലൈയിൻ ടാക്സികൾ 2028 യാത്ര തുടങ്ങും എന്നാണ് മന്ത്രി പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം റോഡ് ഗതാഗതം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഗതാഗത സംവിധാനങ്ങൾ, റെയിൽ ഗതാഗത സംവിധാനങ്ങൾ, ഇതിനൊക്കെ ഒട്ടേറെ പരിമിതികൾ ഉണ്ട്. റോഡ് ഗതാഗതം പലപ്പോഴും വലിയ തോതിലുള്ള ട്രാഫിക് കുരുക്കുകൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. എന്നാൽ ഈ ഫ്ലൈയിൻ ടാക്സികൾ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി ഒരു പക്ഷേ വിപ്ലവകരമായൊരു മാറ്റം ആണ് നമ്മുടെ യാത്രകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എന്നതാണ് നമ്മൾ ഈ സൂചിപ്പിക്കുന്ന ഫ്ലൈയിൻ ടാക്സികളുടെ പ്രത്യേകത. ഇലക്ട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുത്തനെ ഉയരുകയും കുത്തനെ താഴുകയും ചെയ്തുകൊണ്ട് ഉള്ള വാഹനങ്ങൾ ആണ് നമ്മുടെ വരും കാലങ്ങളിൽ യാത്രകളെ സുഗമമാക്കാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി നൽകുന്ന പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരീക്ഷണങ്ങൾ വിവിധ കമ്പനികൾ നടത്തുന്നുണ്ട് എന്നതുകൂടി സൂചിപ്പിക്കട്ടെ. എന്താണ് ഈ ഫ്ലൈയിൻ ടാക്സികളുടെ പ്രത്യേകത എന്നതുകൂടി സൂചിപ്പിക്കാം. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് പരിചിതമാകുന്ന ഗതാഗതം എന്നത് വിമാന സർവീസുകൾ, അതല്ല എങ്കിൽ ഹെലികോപ്റ്റർ സർവീസുകൾ എന്നതാണ്. അവിടെയെല്ലാം ഈ വിമാനങ്ങൾക്ക് വലിയ റൺവേകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രമാണ്. അതിന് നമ്മൾ ഏറെ ആശ്രയിക്കുന്നത് വിമാനത്താവളങ്ങളെയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ ഹൈവേകളിൽ പോലും വിമാനങ്ങൾ ഇറക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യയിലും അത്തരത്തിൽ ഹൈവേകളിൽ വിമാനങ്ങൾ ഇറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് പറ്റുന്ന തരത്തിലുള്ള ഹൈവേകൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തന്നെയുണ്ട്. പക്ഷേ ഈ വിമാനങ്ങൾ ഇറക്കണമെങ്കിൽ ഈ വലിയ റൺവേ സംവിധാനം, അത് ഹൈവേകളാണ് ഈ റൺവേ ആയി ഉപയോഗിക്കുന്നത് എങ്കിലും ദീർഘമേറിയ അല്ലെങ്കിൽ ദൈർഘ്യമേറിയ റൺവേകൾ ഉണ്ടാകണം എന്നതാണ് ഒരാവശ്യം. ഹെലികോപ്റ്ററുകൾ പോലെയുള്ള സംവിധാനത്തിനും കുറച്ചുകൂടി വിശാലമായ ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹെലികോപ്റ്ററുകൾക്കും ഇപ്പോൾ പറന്നിറങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഫ്ലൈയിൻ ടാക്സികൾക്ക് കുത്തനെ പറന്ന് ഉയരുകയും കുത്തനെ പറന്നിറങ്ങുകയും ചെയ്യാം എന്നതാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് പറന്നുയരണമെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലൊരു വിശാലമായ ഇടം വേണ്ട. എവിടെയാണോ ഒരു ഫ്ലൈയിൻ ടാക്സി നിലയുറപ്പിച്ചിട്ടുള്ളത് അവിടെ നിന്ന് നേരെ ഉയർന്നു പൊങ്ങാം എന്നുള്ളതാണ്. എവിടെയാണോ ലാൻഡ് ചെയ്യേണ്ടത് അവിടേക്കെത്തി കുത്തനെ താഴ്ന്നിറങ്ങാം. ഈ രണ്ട് ഘട്ടത്തിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് ഫ്ലൈയിൻ ടാക്സികളുടെ പ്രത്യേകത. അപ്പോൾ ഏറെ വർഷങ്ങൾ പിന്നിടേണ്ടതില്ല. നമുക്ക് തന്നെ ഒരു പക്ഷേ ഫ്ലൈയിൻ ടാക്സികൾ അങ്ങേയറ്റം സുപരിചിതമാകാം. പല വീടുകളുടെയും ടെറസിന് മുകളിൽ ഫ്ലൈയിൻ ടാക്സികൾ ഇറങ്ങുന്ന, പല ഫ്ലാറ്റുകൾക്കും മുകളിൽ ഫ്ലൈയിൻ ടാക്സികൾ ഇറങ്ങുന്ന കാലം വിദൂരമല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ തന്നെ ഫ്ലൈയിൻ ടാക്സികൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആരംഭഘട്ടത്തിൽ വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രകൾക്കായിരിക്കും പ്രാമുഖ്യം നൽകുക എന്നതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഗതാഗത കുരുക്കിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നത് നമുക്കറിയാം വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർ ആണ്. അത് പല മേഖലകളിൽ നിന്ന് ഉള്ളവരാണ്. എന്തു തന്നെയാണെങ്കിലും വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്ര ആയിരിക്കും ഫ്ലൈയിൻ ടാക്സികൾ തുടക്കത്തിൽ ആരംഭിക്കുക എന്നതാണ് കേന്ദ്രമന്ത്രി പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വിപുലീകരിക്കുമ്പോൾ എയർ ആംബുലൻസ് ഇപ്പോൾ തന്നെ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഉപയോഗം എന്നത് അടിയന്തര ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി സന്ദർശനത്തിന് വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട്. ഒപ്പം അവയവദാനം, അവയവങ്ങൾ ആയി അതിവേഗം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഹെലികോപ്റ്റർ സേവനം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഇനി മുതൽ ഈ അവയവദാനത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല, അത്യാസന്ന നിലയിലാകുന്ന രോഗികളെ ഉൾപ്പെടെ എത്തിക്കുന്നതിന് വേണ്ടി എയർ ടാക്സികൾ ഉടൻ തന്നെ ഫ്ലൈയിൻ ടാക്സികൾ സർവീസ് ആരംഭിക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അടിയന്തര സേവനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായി, അതിപ്പോൾ ഉന്നത പദവികളിൽ ഉള്ളവർ ആയിരിക്കാം, അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ എത്തിക്കേണ്ടതായിരിക്കാം. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും പിന്നീട് എയർ ടാക്സികൾ ഉപയോഗിക്കുക. അതിനുശേഷം
ചരക്ക് ഗതാഗതത്തിൽ ഉൾപ്പെടെ എയർ ടാക്സികളെ പ്രയോജനപ്പെടുത്തും എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുന്ന മറുപടി എന്നത്. ഇനി എത്ര പേർക്ക് ഇത്തരം എയർ ടാക്സികളിൽ സഞ്ചരിക്കാം? നമുക്കറിയാം, ഇപ്പോൾ തന്നെ എയർ ടാക്സികളുടെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി കമ്പനികൾ, അതിൽ തന്നെ സാർല ഏവിയേഷൻ പോലെയുള്ള കമ്പനികളൊക്കെ വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. 2028 ആദ്യമായി യാത്ര ആരംഭിക്കുന്ന എയർ ടാക്സിയിൽ 6 യാത്രികർക്ക് സഞ്ചരിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനൊരു പൈലറ്റ് ഉണ്ടാകും. ഈ പൈലറ്റിനെ കൂടാതെ തന്നെയാണ് വാഹനത്തിൽ 6 പേർക്ക് യാത്ര ചെയ്യാം. ഇതൊരു പ്രതീകാത്മകമായ ചിത്രമാണ് പ്രേക്ഷകർ ഈ സ്ക്രീനിൽ കാണുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിൽ രൂപപ്പെടുന്ന ഒരു ടാക്സിയിൽ പൈലറ്റിനെ കൂടാതെ 6 പേർക്ക് കൂടി യാത്ര ചെയ്യാവുന്ന തരത്തിലായിരിക്കും തുടക്കത്തിൽ ഈ ടാക്സി സർവീസ് ആരംഭിക്കുന്നത് എന്നതാണ്. ഇനി ഇതാ മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ഈ എയർ ടാക്സികളുടെ ടെക്നോളജിയും അതിൻ്റെ നിർമ്മാണവുമെല്ലാം ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ എയർ ടാക്സികൾ ഏറ്റവും കുറഞ്ഞ ചെലവിലും പൂർണ്ണമായും നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നു എന്നതാണ് അഭിമാനകരമായ മറ്റൊന്നുകൂടി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന്, ഈ വാണിജ്യ സർവീസുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചില ഘട്ടങ്ങൾ കൂടി കവർ ചെയ്യപ്പെടേണ്ടതുണ്ട്. ചില പരീക്ഷണങ്ങൾ നമുക്കറിയാം, ഈ വാഹനങ്ങൾ, അതായത് കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ നിരത്തിലിറങ്ങുമ്പോൾ അതൊട്ടേറെ പരീക്ഷണങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചതിന് ശേഷം ആണ് ഇത് നിരത്തിലേക്ക് എത്തുന്നത്. അതുപോലെയുള്ള സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, സർട്ടിഫിക്കേഷനുകൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അതായത് സർവീസ് ആരംഭിക്കുന്നതിന് വേണ്ട നിയമപരമായ ഡോക്യുമെന്റുകൾ. ഇനി വെർട്ടിപോർട്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സാധാരണ വിമാനങ്ങൾ ഒക്കെ ഇറങ്ങുമ്പോൾ അതിന് വിശാലമായ റൺവേകളാണ് വേണ്ടത് എങ്കിൽ കുത്തനെ ഇറങ്ങാനും കുത്തനെ മുകളിലേക്ക് പറക്കാനും സംഭവിക്കുന്ന സംവിധാനത്തെയാണ്, ഇടത്തെയാണ് നമ്മൾ ഈ വെർട്ടിപോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം സംവിധാനങ്ങൾ നമ്മുടെ നഗരപ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അധികമായി രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ വാഹനത്തിന് ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി മറ്റടിസ്ഥാന സൗകര്യങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവുണ്ടായാൽ അടിയന്തരമായി ഇറക്കുന്നതിന് വേണ്ട സംവിധാനം, അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് വ്യോമയ പാതകൾ കണ്ടെത്തുക. ഇപ്പോൾ തന്നെ നമുക്കറിയാം, രാജ്യത്ത് ആയിരക്കണക്കിന് വിമാന സർവീസുകൾ, ഈ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ നമ്മുടെ ആകാശത്ത് കൂടി 100 കണക്കിന് വിമാനങ്ങളാണ് യാത്ര ചെയ്യുന്നത്. അത് പ്രത്യേകമായ വ്യോമപാതകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ റോഡുകൾ പോലെ തന്നെ ഈ ഇലക്ട്രിക്, അതോടൊപ്പം തന്നെ ഫ്ലൈയിങ് ടാക്സികൾക്ക് സഞ്ചരിക്കാൻ പ്രത്യേകമായ വ്യോമപാതകൾ കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള വ്യോമപാതകൾ, ആ വ്യോമപാതകൾക്കടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ഇത്തരം നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് 2028 പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രതീക്ഷ പുലർത്തുന്നത്. ഇനി ഇതാ കേന്ദ്ര സർക്കാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ഈ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര. ഓർക്കുക, അവിടെ ഒരു മാസം 80 ലക്ഷം രൂപയാണ് നമ്മൾ വാടക ഇനത്തിൽ സർക്കാർ ഖജനാവിൽ നിന്ന് നൽകേണ്ടത്. 25 മണിക്കൂർ പറക്കുന്നതിനാണ് 80 ലക്ഷം രൂപ. പിന്നീടുള്ള ഓരോ മണിക്കൂറിനും 90,000 രൂപ വെച്ച് അധികമായി നൽകേണ്ടതായി വരും. അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാകാം, ഇതൊക്കെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഹൈ ക്ലാസ് വിഭാഗത്തിന് മാത്രമായിരിക്കില്ലേ അപ്രാപ്യമാവുക എന്നത്. അവിടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം, ഇതൊരു ആഡംബര യാത്ര എന്ന നിലയിലായിരിക്കരുത്, മറിച്ച് എല്ലാവർക്കും സാധ്യമാകുന്ന തരത്തിൽ സമ്പന്നർക്ക് മാത്രമുള്ള യാത്രയായി ഇതിനെ മാറ്റരുത്. സാധാരണക്കാർക്ക് കൂടി താങ്ങാവുന്ന തരത്തിലുള്ള ഒരു യാത്രാ സംവിധാനത്തെക്കുറിച്ചായിരിക്കണം ഇത്തരം കമ്പനികൾ ആലോചിക്കേണ്ടത് എന്നതുകൂടിയാണ്. വളരെ പെട്ടെന്ന് നടപ്പിലാകാൻ പോകുന്ന ഒന്ന് എന്നല്ല പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അധികം താമസിയാതെ നമ്മുടെ ആകാശങ്ങളിലൂടെ ഈ ഫ്ലൈയിങ് ടാക്സികൾ സർവീസ് ആരംഭിക്കും. ഏറെ താമസം ഇല്ലാതെ തന്നെ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാകുന്ന തരത്തിലേക്ക് ഈ സർവീസുകൾ മാറും എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.